പച്ചിന്റെ മുതലാളി ഞാനാണ് കേട്ടോ. വമ്പത്തരത്തിന് നിൽക്കണ്ട കേട്ടോ. വെല്ലോണ്ടി നെല്ലുമ്പോ നോക്കണ്ട കേട്ടോ. കൊയ്തത് സേട്ടോ തുന്നല് സേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ആസ്ട്രോവേഴ്സ് ക്രൂലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ദ ബേബി ഇൻ യെല്ലോ എന്ന് പറയുന്ന ഒരു പുതിയ ഗെയിമായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ ഗെയിമിങ് സീരീസ് ചെയ്യുന്നതുകൊണ്ട് ഇതൊരു സീരീസിലാണ്ട് ഉൾപ്പെടുത്താമെന്ന് കരുതി. അപ്പോൾ ഇതൊരു പുതിയ പ്ലാനായിരുന്നു ഈ ഗെയിം തുടങ്ങണമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് ഗെയിമിലോട്ട് കടക്കാം. ഇത് എന്താണ് എന്നുള്ളതൊന്നും അറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് കളിച്ചത്. കുറേ ആൾക്കാർ കളിച്ച വീഡിയോസൊക്കെ കണ്ടിരുന്നു. എന്തായാലും നമുക്ക് കളിച്ചോക്കാം. അപ്പോൾ ഗെയിം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കെയർ ടേക്കർ മാതിരി ഒരു കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് പോവുക. അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തണ ഒരു കെയർ ടേക്കർ. അവൻ്റെ പാൽക്കുപ്പിയും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കണം എന്നാണ് പറയുന്നത്. എന്തൊക്കെ കാട്ടണം എന്നറിയില്ല. ചാവി ചട്ടീൻ്റെ അടിയിൽ വെച്ച് നിന്നാണ്, പൂഞ്ചട്ടീൻ്റെ. നമ്മളവരെ അല്ലല്ലേ, ഇതല്ല, അപ്പാർട്ട്മെൻറ്റ് 10 അപ്പോൾ നമ്മളിപ്പോൾ അന്ന് ഇറങ്ങിയിട്ടതാ 22 21 അതല്ലല്ലേ, എന്താണ് ഏതാ 9 എന്താ 10 കിട്ടി. ഡോർ ബെല്ലടിച്ചോ, കാര്യം തുറക്കൂ. ഇല്ലേ പറയുമ്പോൾ നമ്മളതിൽ ഉള്ളിക്കൊണ്ട് കൈസ് മറന്നു. കൈസ് ചാവി എവിടെ നിന്ന് വെച്ചിനി? ചട്ടീൻ്റെ അടിയിൽ. ചട്ടി പൊക്കു. ചാവി നല്ല സ്വർണ്ണ ചാവി. ഇറ്റ പൈസ ഇട്ട് വന്നാകും, ഞാൻ തൂക്കി പോയല്ലോ കൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഡോറൊക്കെ തുറന്നുള്ളിക്കോ. എന്താ നമ്മളെ കുട്ടി ചാത്തൻ അല്ല, കുട്ടി ബേബി ഇന്നല്ലോ. ടൈറ്റിൽ സ്ക്രീൻ. സൂപ്പർ. ഇതാണ് നമ്മളെ ഗെയിം. ഇനി എന്തൊക്കെ ഉണ്ടാവും, പേടിപ്പിച്ചോ ഹൊറർ ഗെയിം എന്നൊക്കെ പറഞ്ഞേ, എന്തൊക്കെ ഉണ്ടാവുന്നില്ല അറിയാം ഗൈസ്. ചാപ്റ്റർ 1 നൈറ്റ് 1 ഇതേക്കാനും ഗൈസ്, ഞാൻ തോന്നുന്നു ചാപ്റ്റർ 1 എന്ന്. അപ്പോൾ ചാപ്റ്റർ 1 ഫസ്റ്റ് എപ്പിസോഡ് അയക്കാരം. ഇനി നെക്സ്റ്റ് എപ്പിസോഡ് ഇങ്ങനെ എന്താവും എന്നുള്ളത് നമുക്ക് വൈകിട്ട് അറിയാം. അപ്പോൾ ഒരു പറഞ്ഞിരിക്കുന്നത് ഫ്രിഡ്ജിൽ നിന്ന് ബോട്ടിലെടുത്തുകൊണ്ടിരാനാണ്. തക്കട് പാവേ, സുന്ദരി പാവേ, എന്നെ ആരാ പ്രായം എന്നൊക്കെ പറഞ്ഞു. ഇജ് ഭയങ്കര സുന്ദരനാണല്ലോ, നല്ല ഉരുണ്ട കണ്ണും വെച്ചിട്ട്. ബേബീൻ്റെ എല്ലോ എന്ന് പറഞ്ഞിട്ട് ഇജ് ഫുള്ള് മനകുപ്പായിട്ട് ഇരിക്കുക. ഞാൻ എന്തായാലും പാല് കൊടുന്നേരം എനിക്ക് ഇവിടെ. കുഴപ്പമൊന്നുമില്ല, കണ്ടിട്ട് പേടിയൊന്നുമില്ല. ചെള്ളി ചെറുക്കൻ ഇപ്പം എന്നൊക്കെ പേടിച്ചിരുന്ന ശരിയാകും. ഇത് ബാത്റൂമാണല്ലോ, മാറിപ്പോയി. ഫ്രിഡ്ജ് എവിടെ? ഫ്രിഡ്ജ് ഫ്രിഡ്ജ് കിട്ടി. ഫ്രിഡ്ജ് തുറക്കൂ. പാലും കുപ്പി. പാലും കുപ്പി എന്നാ വാടാ, എനിക്ക് പാലരാ. തൊള്ളർക്കൂ. അമ്പടും അപ്പോത്തിന് കുടിച്ചെടുത്തോ കൊച്ച് കള്ളൻ. വാളിയിട്ട് നാറ്റിച്ചു. എന്താണ് എൻ്റെ ചെറുക്ക ഇങ്ങനെ ഒരു പബ്ലിക്കിൽ നിന്നിട്ട് വാളിയിടുക? സോറി അറിയാതെ തട്ടിയതാ. ഷാരില്ല ഷാരില്ല കേട്ടോ. അന്നപ്പം ഞാൻ മാറ്റിത്തരാം. ഞാൻ ഇതുവരെ എൻ്റെ ഡ്രൈവർ പോലും ഇതുവരെ മാറ്റിയിട്ടില്ല, പിന്നെ ഇപ്പം എൻ്റെത്. എന്തൊരവസ്ഥ. പൈസക്ക് വേണ്ടിയിട്ടല്ലേ, എന്താ കാട്ടുക. താനല്ലേ ഡൈപ്പർ. എവിടെ? അല്ല, ഇവിടെ അല്ല ഇരിക്കുന്നത്. ചെറുക്ക അപ്പോത്തിന് ഇവിടുക്കൊന്നു ഞാൻ ഒരു ഡൈപ്പർ എടുക്കാൻ പോയപ്പോത്തിന് ഇങ്ങോട്ട് എത്തിയോ? മിന്നൽ മുരളീൻ്റെ അനിയനാന്ന് തോന്നില്ലേ. ഔട്ട് ഉണ്ടായിരുന്നു മനകുപ്പായിട്ട് വന്നിട്ട്. ഇവിടെ ഇരിക്ക്, ഞാൻ പോയി ഡൈപ്പർ എടുത്തിട്ട് വരാം. ഡൈപ്പറെ കയ്യിൽ വരൂ. ഇനി എങ്ങോട്ടേലും ഓടിക്കുമോ അറിയില്ലല്ലോ. ഇല്ലല്ലോ, ഇവിടെ തന്നെ ഇരിക്കണ്ട്. നല്ല കുട്ടി. വാ, നമുക്ക് വാവിച്ചാൻ പോവാ. അന്നീ ക്ലോസറ്റിലിട്ടാലോ. അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോ. അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ നോക്കട്ടെ. അല്ല വേണ്ട. അല്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടൂല. മേലക്കോ, എന്നെ കടത്തി ഓർക്കാല സമയമായി. നേരെയില്ലേ വാവിച്ചണ്ടേ. വാ, എനിക്ക് സ്വന്തം ബെഡ്റൂമൊക്കെ. എന്താ ഇപ്പം എൻ്റെ കഥ? ഞങ്ങൾക്ക് പായിച്ചിട്ടിന്ന് കടന്നിന്ന് താഴെ. അവിടെ കിടക്കടാ. അങ്ങനെ തന്നെ അവിടെ ഞങ്ങൾക്ക് കഥയും വായിച്ചല്ലോ. എന്താ ഇപ്പം എൻ്റെ ഒരു അവസ്ഥ? ഇവിടെ ഏതാ ബുക്ക്? ബുക്ക് കിട്ടി. അല്ല, അവിടെ എന്താ പൂച്ച? കറുത്ത പൂച്ച. ബൊമ്മയൊന്നുമില്ലേ? രണ്ടെന്നൊക്കെ ഗൈസ്.
ഇതൊക്കെ സ്റ്റീല് കേസാണ്. നമ്മളെ പേടിപ്പിച്ചല്ലോ ഒരടവാണ്. നമ്മൾ പേടിച്ചില്ല. ദ പ്രിൻസ് ആൻഡ് ദ കാറ്റ് വായിച്ചായിരുന്നോ? ഞാനൊക്കെ ബാലരമ്മ വായിച്ചിട്ട് അവിടെ കടന്നുറങ്ങി. ഇതൊക്കെ എന്തൊക്കെ വായിച്ചത്? ഇംഗ്ലീഷ് അറിവിക്കാരല്ലേ? ദ പ്രിൻസ് ആൻഡ് ദ കാറ്റ്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കിടക്കാം. കറുത്ത പൂച്ചൻ്റെ കഥ. ഓ, ഒരു ദിവസം ഒരു പൂച്ച വന്ന് ആ ചെറുക്കനെ നീപ്പിച്ച് കൊണ്ടുപോയി. എങ്ങോട്ട് കൊണ്ടുപോയി? ആർക്കും അറിയില്ല. ഒരു ഗാർഡൻക്ക് കൊണ്ടുപോയി. അതും നട്ടരാത്രി. അതൊന്നല്ല ശരിക്കുമില്ല. കഥ എന്താണെന്ന് വെച്ചാൽ, പൂച്ച വന്നു ഇറച്ചി കക്കാൻ വേണ്ടിയിട്ട്. ചട്ടിയിൽ കൈ വെച്ചു, ചുട്ടുപൊള്ളി, തെറിച്ചോടി. അതാണ് കഥ. ഇതൊക്കെ പുതിയ കഥ ഇംഗ്ലീഷിലും എന്തൊക്കെ കാട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു ഗോൾഡൻ ഗാർഡൻ ഗേറ്റ് വഴി പ്രിറ്റി ട്രീസിലൂടെ നടന്നു പോകുകയാണ്. നല്ല കളർഫുൾ ഫ്ലവേഴ്സ്, നല്ല കുറേ ഫൗണ്ടെയിൻ, വാട്ടർ കടന്ന് തുള്ളി ഡാൻസ് അടിയുന്നു. അങ്ങനെയൊക്കെ ഇതിൽ പറയുന്നു. പക്ഷെ അത് പ്രിൻസിന് പറ്റിയില്ല. ഓൻ അതൊക്കെ അടിച്ച് നുറുക്കാൻ തുടങ്ങി. പൂച്ച കയറ്റി, ഞാൻ എന്തിനാണ് ഈ ഹലാക്ക് പിടിച്ച ചെറുക്കനെ ഇവിടെ വലിച്ചു കൂടുന്നതെന്ന്. അപ്പോഴാണ് പൂച്ചക്ക് മനസ്സിലായി, മനുഷ്യന്മാർ ഒരിക്കലും നമ്പാൻ പാടില്ല. കഥ കഴിഞ്ഞു. കുട്ടി വാവിച്ചാച്ചിയാ ഇവിടെ ഉറങ്ങിയ ജി? ആ, ഉറങ്ങി. ആ, ഇനി നമുക്ക് മെല്ലെ പോവാം. നമുക്ക് പോയിട്ട് ടി വി ഒക്കെ കണ്ട് ഒരു കൊക്കക്കോളൊക്കെ കുടിച്ച് കടന്നുറങ്ങാം. ടി വിയിൽ സീരിയൽ ഓടുണ്ടോ കാർട്ടൂൺ ഓടുണ്ടോ എന്നാവും. ജാക്കിച്ചാൻ എത്ര മണിക്കാവോ? സാധാരണ ഇവിടെ 8 മണിക്ക് ഓടൽ. അവിടെ എത്ര മണിക്കാന്ന് അറിയില്ല. ഇതാ പൊടി ഒരു കറുത്ത പൂച്ച. ഏയ്, ഇതൊന്നും കണ്ട നമ്മൾ പേടിച്ചില്ലേ? അവിടെ ഒരു കോക്കക്കോളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് ഇട്ടാണ് സുഖിയുന്നു. ഇവിടെ ഉണ്ടാവില്ല. നമുക്ക് എന്തായാലും ടി വിയിൽ സോഫയിൽ ടി വി കണ്ടിട്ട് അങ്ങനെ കിടന്നുറങ്ങി. നല്ല ഉറക്കം വരുന്നുണ്ട് ഗൈസ്. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് നീപ്പിച്ചണേ ഗൈസ്. കുട്ടി ഇങ്ങനെയാണ് ഗൈസ്. ഒരു പേരയിൽ ഒരു ഇങ്ങനത്തെ ചെറിയ കുട്ടി ഉണ്ടായൊന്ന് കടന്നുറങ്ങാൻ പോലും പറ്റില്ല ഗൈസ്. എവിടെ ഞാൻ ഹലാക്ക് കുടിച്ച് ചെറുക്കാനാവും. ഓനക്ക് വല്ലതും എൻ്റെ അടുത്ത് വന്ന് കടന്നു. എത്രയും ഞാൻ ഗൈസ്, ഞാൻ വാതിൽ അടച്ചിട്ടല്ലേ പോയി. കാറ്റിന് തുറന്നേക്കാൻ. എവിടെ കുട്ടീനാണല്ലേ ഗൈസ്? വന്നപ്പോൾ കുട്ടീനെ അവിടെ കാണാൻ ആളിലൊന്നും കണ്ടില്ലല്ലോ. എവിടെ പോയി ചെറുക്കൻ? ഗൈസ്, ചെറുക്കൻ ഇജപ്പോഴാണ് അങ്ങോട്ട് താഴേക്കിറങ്ങി. നീ കപ്പിളും സംശയം ഉണ്ടായിരുന്നു. ഇന്ത്യൻ മൂഡിൽ തന്നെയാണ്. കൺഫേംഡ്. ഇടുവാ അന്നെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഉണ്ടാതെ അവിടെ കടന്നുറങ്ങിക്കോണം. ഒച്ചയും വിളിയും കേൾക്കാൻ പാടില്ല താഴേക്ക്. മനസ്സിലായില്ലേ? എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഉണ്ടാതെ അവിടെ കടന്നുറങ്ങിക്കോ. എനിക്കിനി ടോയ്സും വേണം. ടോയ്സൊക്കെ ഞാൻ എവിടുന്ന പൊപ്പിച്ചായി. എവിടെ എൻ്റെ ടോയ്സൊക്കെ? ഇതിൻ്റെ അടിയിലുണ്ടോ? എവിടെ ചെറുക്ക തൊള്ളർന്ന് വല്ലതും പറടാ. എന്ന് അറിയാതെ ഇപ്പം എനിക്കപ്പോൾ എന്താ കൊടുന്നോർക്കണ്ട്? കഥ വെച്ചട്ടെ ഒന്നും കൂടി വേണ്ടേ? വേറെ എന്തെങ്കിലും വേണോ? ടോയ്സ് ബൊമ്മൂട്ടീനെ തരട്ടെ? തന്നെ കഴിച്ചു നമുക്ക് വേണ്ട. പർച്ചേസോ? നമുക്ക് പർച്ചേസ് ഒന്നും വേണ്ട. അതൊന്നും വേണ്ട. ഇതും പിടിച്ചവിടെ ഇരുന്നോട്ടോ. തെറിപ്പിച്ചോടാ ചെളി ചെറുക്ക. നല്ല പട കിട്ടുവേ. ഉണ്ടായത് പിടിച്ചിരി തെറിപ്പിച്ചണോ ചെറുക്ക? അടിയിട്ടും എനിക്കെൻ്റെ സ്വഭാവം അറിയില്ല. എന്നാ കൂടി എനിക്ക് വേണ്ടി ബുക്ക് വായിച്ചു ചേച്ചി. ഈ ഉരുണ്ട പന്തും പിടിച്ച് കളിച്ചിരിക്കുമോ? പൂച്ച തരട്ടെ? എന്തായാലും ഒരു ക്യാറ്റ് ലവറാണ്. പൂച്ചൻ്റെ കഥയെ കേൾക്കുള്ളൂ, ഇതേ കേൾക്കുള്ളൂ. അതുകൊണ്ട് ഈ പൂച്ചനെ പിടിച്ച് ഇതിനെ പിടിച്ച് അവിടെ ഇരിക്കട്ടോ. എന്താ എൻ്റെ പുഴുങ്ങാ ചെറിയ ഉണ്ടാകണ. ആ പൂച്ചനെയും പിടിച്ചിട്ട് മുണ്ടാതെ അവിടെ ഇരുന്നോണ്ടി. താഴേക്കൊരു തുള്ളി ഒച്ച കേൾക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അല്ലെ 2 കണ്ണം നോക്കിയിരിക്കും. നോക്കിക്കോ. അവിടെ കുത്തിരി. നമുക്ക് താഴേക്ക് പോകാം. നമുക്ക് എന്തായാലും ജാക്കി ചാനൽ ബാക്കി എന്താ നടന്നതെന്ന് പോയി കാണണം. ശരിക്കും പശയൊന്നും ഓടിയുന്നത് നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് ഷോർട്ടാക്കിയതാണ്. നമുക്ക് എന്തായാലും പോയി ഡോർ തുറക്കുന്ന സൗണ്ടല്ലേ കൈസ് കേട്ട്? ഒന്നുകൂടി പോയോട്ടെ. അതേ കൈസ്, ഡോർ തുറന്നിക്കണ്. ചെറുക്കം ഉറങ്ങും ചെയ്തിക്കണ്. പിന്നെ ആരാ?
കാറ്റിലേക്കണം ടൂർ റെഡിയാക്കണം. മാഡത്തിനോട് പറയണം ടൂർ റെഡിയാക്കാൻ. നമുക്കെന്തായാലും വന്ന് ടി വി കാണാം ഗൈസ്. ആ സോഫയിലിരിക്കൂ. ഇനി ബാക്കി ടി വിയും കണ്ട് ബാക്കി വർക്ക് അങ്ങനെ സഫലാക്കി വിടാം. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഒരു പാർട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് നൈറ്റ് 2 അത് സെക്കൻഡ് പാർട്ടായിക്കാരം. അത് സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ ഇതേ ചാനലിൽ നമ്മൾ ചെയ്യുന്നതാണ്. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വീഡിയോ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റേ ട്യൂൺ ഗൈസ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിട്ടോളൂ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് വീഡിയോ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇത് നമ്മളൊരു സീരീസ് ആയി കൊണ്ടുനടക്കാനാണ് നമ്മളെ പ്ലാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദ ബേബി ഇൻ യെല്ലോ അതാണ് ഗെയിമിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ നിങ്ങൾ സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ ബൈ ഗൈസ്. അപ്പോൾ ദിസ് ഈസ് യുവർ ആസ്ട്രോവേഴ്സ് ക്രൂ സൈനിങ് ഓഫ്. ബൈ ബൈ.